Hello, welcome back to my channel and I'm your CyberGoddess. നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കണോ, എത്തിക്കൽ ഹാക്കർ ആവണോ, അല്ലെങ്കിൽ സോക്ക് ലിസ്റ്റ് ആവണോ എങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിലൂടെ നമ്മൾ കൊടുക്കുന്ന കോഴ്സസിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാനാണ് ഈ ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോവുകയാണെങ്കിൽ അറിയാനായിട്ട് പറ്റും. കോഴ്സസ് അവൈലബിൾ എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അവിടെ കംപ്ലീറ്റ് കോഴ്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് സൈബർ സെക്യൂരിറ്റിയിൽ എന്തൊക്കെ ഡിവിഷൻസ് ഉണ്ട് എന്ന രീതിയിലായിരിക്കും ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം 1 സെക്കൻഡ് ഞാൻ നോട്ട് പാഡ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന എല്ലാ ഡിവൈസസിനെയും മലീഷ്യസ് അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ആവാം, മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം, ഒരു സെർവർ ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള എന്ത് ഡിവൈസസും വേണമെങ്കിലും ആവാം. അതിനെ ഒരു അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സൈബർ സെക്യൂരിറ്റി. ദെൻ സൈബർ സെക്യൂരിറ്റിയിൽ മെയിനായിട്ട് 2 ഡിവിഷൻ ഉള്ളത്. ഒന്ന് ഒഫൻസീവ് സൈഡും, 2 ഡിഫെൻസീവ് സൈഡും. ഒഫൻസീവ് എന്ന് പറയുകയാണെങ്കിൽ ഹാക്ക് ചെയ്യാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതിനുള്ളിലത്തെ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ വൾണറബിലിറ്റീസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണു, അതിനെ ഹാക്ക് ചെയ്ത് അതിനുള്ളിലോട്ട് കയറണു, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. ഓക്കെ, ഹാക്കിംഗ് എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ടേമാണ് ഹാക്കിംഗ്. അതിനല്ലെങ്കിൽ നമുക്ക് പെൻ ടെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ദെൻ ഡിഫെൻസീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഹാക്കർ നമ്മളുടെ കമ്പനിയുടെ വെബ്സൈറ്റ് അവർ അറ്റാക്ക് ചെയ്യാണ്. അപ്പം അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിഫെൻഡ് ചെയ്യാം, തടയാം. ഒരു പട്ടാളക്കാരൻ്റെ ജോലി. ഓക്കെ, അത് മാത്രമല്ല, ഇപ്പോൾ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട റെമഡിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഡിഫെൻസീവ് സൈഡിലായിരിക്കും. അതിൻ്റെ ജോബ് റോൾ നമുക്ക് വേണമെങ്കിൽ സോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോക്ക് അനലിസ്റ്റ് ആണ് ആ ഒരു ഡിഫെൻസീവ് സൈഡിൽ വർക്ക് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ആസ് എ ഫ്രഷർ നിങ്ങൾക്കൊരു ഈസി ആയിട്ട് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിൽ കയറണം എന്നുണ്ടെങ്കിൽ ഈ സോക്ക് എന്ന് പറഞ്ഞ കോഴ്സ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയണത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ പെൻ ടെസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ വേക്കൻസീസ് ഉണ്ട്, പക്ഷേ ഒരു ഫ്രഷർ എന്ന രീതിയിൽ കയറാനായിട്ട് പെൻ ടെസ്റ്റിങ്ങിൽ ബുദ്ധിമുട്ടായിരിക്കും നല്ലൊരു കമ്പനിയിൽ കയറാനായിട്ട്. എന്നുവെച്ചാൽ ഒരു 2 to 3 years മിനിമം എക്സ്പീരിയൻസ് എങ്കിലും ചോദിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ നല്ല ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സും ചോദിക്കുന്നുണ്ടായിരിക്കും നല്ല കമ്പനീസിൽ. നമുക്ക് ചെറിയ ചെറിയ കമ്പനീസിൽ ട്രെയിനി ആയിട്ടോ ഇൻറ്റേൺ ആയിട്ടോ കയറാം. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിൽ കയറണം, വേഗം തന്നെ നല്ലൊരു പാക്കേജോട് കൂടി കയറണം എന്നുണ്ടെങ്കിൽ സോക്ക് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ നിങ്ങൾക്ക് പെൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ബഗ് ബൗണ്ടി പാഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒഫൻസീവ് സൈഡിൻ്റെ പെൻ ടെസ്റ്റിംഗ് കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പെൻ ടെസ്റ്റിംഗ് എന്താണ്, സോക്ക് എന്താണ്, അതേപോലെ ബഗ് ബൗണ്ടി എന്താണ്, ഏത് കരിയറാണ് എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, സോ നമ്മൾ ഈ കോഴ്സസിൻ്റെ പ്ലേലിസ്റ്റ് ആയിട്ട് കോഴ്സസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കംപ്ലീറ്റ് വാച്ച് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ആപ്റ്റായിട്ട് തോന്നുന്നത് എങ്കിൽ ആ ഒരു കോഴ്സ് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം. നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മലയാളത്തിൽ ഓൺലൈനായിട്ട് ലൈവായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു, ബൈ, ഹാവ് എ നൈസ് ഡേ.